ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റിൻ്റെ 14ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പൈപ്പ് ഫ്ലോ ആണ്. പൈപ്പ് ഫ്ലോയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആയിരിക്കും ഇത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് കാണുന്നത് പൈപ്പ് ഫ്ലോയെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അതിനകത്ത് വരുന്ന ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലോസസ് ഇൻ ദി പൈപ്പ് ഫ്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പൈപ്പ് എന്താണെന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ ഇറ്റ് ഇൻവോൾവ് സം കോൺസെപ്റ്റ്, അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. ഓക്കെ, പൈപ്പ് ഫ്ലോ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കോൺഡ്യൂട്ട് ആണ്. ജനറലി നമുക്കറിയാവുന്ന പൈപ്പ് സെക്ഷൻസ് എല്ലാം വന്നിട്ട് സർക്കുലർ ആയിരിക്കും. വേറെ ഷേപ്പിലുള്ള പൈപ്പുകളെല്ലാം ഉണ്ട്, അതിനെ നമ്മൾ ഡക്റ്റ് എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ പൈപ്പ് ഫ്ലോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതൊരു പൈപ്പിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് പൈപ്പ് ഫ്ലോ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് സെക്ഷനിൽ ഫുള്ളി വാട്ടർ ഫില്ല് ചെയ്തിരിക്കണം. ഓക്കെ, ഇഫ് ഇങ്ങനെ ഒരു പൈപ്പ് അതിനകത്ത് ഫുള്ളി ഫിൽഡ് അല്ല, ഇത്രയും മാത്രമേ വാട്ടർ ഫില്ലായിട്ടുണ്ട് എങ്കിൽ ഇതിനെ നമുക്കൊരു പൈപ്പ് ഫ്ലോ എന്ന് പറയാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്, OCF ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രീ സർഫേസ് ആണ്. ഈ ഒരു ഫ്രീ സർഫേസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ഫോഴ്സ് ആണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു ഫ്രീ സർഫേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർ ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് അതൊരു ഓപ്പൺ ചാനൽ ഫ്ലോ ആയിരിക്കും. അപ്പോൾ ഓപ്പൺ ചാനലിൽ ഈ കോൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള പൈപ്പാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്കൊരു പൈപ്പ് ഫ്ലോ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള പൈപ്പിൽ മാത്രമേ ഒബ്വിയസ്ലി പ്രഷർ നല്ലപോലെ ആക്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഈസ് അണ്ടർ പ്രഷർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ പൈപ്പ് ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും പ്രഷർ ഫ്ലോ ആണ്. പ്രഷറിൻ്റെ വേരിയേഷൻ കാരണമാണ് പൈപ്പ് ഫ്ലോയിൽ ഫ്ലോ നടക്കുന്നത്. സോ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. ഇനി കുറച്ച് ജനറൽ കോൺസെപ്റ്റ് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പൈപ്പ് സെക്ഷൻ ആയിട്ട് അസ്യൂം ചെയ്യാം. ദിസ് ഈസ് എ പൈപ്പ് സെക്ഷൻ. ഇതിനകത്തൊരു ഫ്ലോ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി പ്രൊഫൈലൊക്കെ വരയ്ക്കുന്നത് നമ്മൾ അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ കാണും. അപ്പോൾ പൈപ്പ് ഫ്ലോയിലുള്ള വെലോസിറ്റി പ്രൊഫൈൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ വരാനുള്ള കാരണം ഐ തിങ്ക് ഇത് ഞാൻ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പഠിച്ചിരുന്നപ്പോൾ. അതായത് ഇത് ഈ ഒരു പൈപ്പ് സെക്ഷനുമായിട്ട് ചേർന്നിരിക്കുന്ന ലെയർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വളരെ തിൻ ലെയർ ഓഫ് വാട്ടർ ആയിരിക്കും. അതിന് മൂവ്മെൻറ്റ് കുറവായിരിക്കും. റിലേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 0 ആയിട്ട് വിചാരിക്കാം. പിന്നെ ഈ പൈപ്പ് സെക്ഷനിൽ നിന്നും അകന്നകന്ന് വരുമ്പോഴേക്കും ലെയേഴ്സ് ഓഫ് ഫ്ലൂയിഡിന് കുറച്ചും കൂടി ഒരു വെലോസിറ്റി വെച്ച് വരും. അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഒഫേർഡ് ബൈ ദി പൈപ്പ് സെക്ഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അപ്പോൾ വെലോസിറ്റി കൂടി വരും. അപ്പോൾ ടുവേർഡ്സ് ദ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ലെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്ലൂയിഡ് ലെയർ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും റെസിസ്റ്റൻസ് ടു ഫ്ലോ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ സെൻറ്ററിൽ ആയിരിക്കും ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ പീക്ക് ആയിട്ടുള്ള വെലോസിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇൻ കേസ് ഇഫ് യു ആർ ടേക്കിംഗ് ഇവിടുത്തെ വെലോസിറ്റി നമ്മൾ യു ആണെന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മേളത്തെ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ ഒരു യു പ്ലസ് ഡി യു. ഓക്കെ, ഡി യു എന്ന് പറയുന്നത് ദ സ്മോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ഇത്രയും ഒരു വെലോസിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഇതൊരു ഡയമീറ്റർ ആണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഡെപ്തിനെ പറയുന്നത് y എന്നാണ്. ആക്ച്വലി പൈപ്പ് ഫ്ലോയുടെ കേസിൽ ഇത് ഡയമീറ്റർ ആണ്. നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ നമുക്കിതിന് ഡെപ്ത് ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ നമ്മൾ പഠിച്ചതുപോലെ ഹിയർ എക്സിസ്റ്റ് du ഡിവൈഡഡ് ബൈ dy. അതായത് ഡെപ്തിന് അലോങ് ആയിട്ട് അല്ലെങ്കിൽ ഡയമീറ്ററിന് അലോങ് ആയിട്ട് ദെയർ ഇസ് ചേഞ്ച് ഇൻ ദി വെലോസിറ്റി. ഇതെന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്. സോ ദി വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഒരു ലെയർ നെക്സ്റ്റ് ലെയർ
നെക്സ്റ്റ് ലെയർ ഓഫ് വാട്ടർ. ഓക്കെ, ഒരു ലെയർ യു സ്പീഡിൽ പോകുന്നു, നെക്സ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഡി യു, അതായത് കുറച്ചും കൂടി സ്പീഡിൽ മൂവ് ചെയ്യുന്നു. ഒബ്വിയസ്ലി ഈ ലെയർ എന്ന് പറയുന്നത് ഈ താഴെയുള്ള ലെയറിനെ അതിനോടൊപ്പം ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കും. സോ ദിസ് ഡ്രാഗിങ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ടു ലെയേഴ്സ് ഓഫ് ദ ഫ്ലൂയിഡ് വിൽ കോസസ് എ ഷിയർ സ്ട്രെസ് ബിറ്റ്വീൻ ദി ഫ്ലൂയിഡ്. സോ ഈ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ഡിവൈഡഡ് ബൈ dy ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓൾറെഡി കണ്ട കാര്യമാണ്. ഇത് ജനറൽ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി അടുത്ത ഒരു ജനറൽ കോൺസെപ്റ്റിൽ വരുന്നത് റെയ്നോൾഡ്സ് നമ്പറാണ്. റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യൽ ഫോഴ്സ് ടു ദി വിസ്കസ് ഫോഴ്സ്. ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ പൈപ്പ് ഫ്ലോയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലോ ലാമിനർ ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് 2000-നേക്കാളും കുറവായിരിക്കണം. ടർബുലൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4000. ഇതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്ന, അതായത് 2000-നും 4000-നും ഇടയ്ക്ക് വരുന്നത് ഇറ്റ് ഈസ് എ ട്രാൻസിഷണൽ ഫ്ലോ ആണ്. ഇതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്ന ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ദറ്റ് ഈസ് റെയ്നോൾഡ്സ് നമ്പർ RE ഈസ് ഈക്വൽ ഡിറൈവ് ചെയ്തതാണ്. റോ വി L ഡിവൈഡഡ് ബൈ മ്യൂ ആണ്. ഓക്കെ, ഇതിനകത്തുള്ള എല്ലാ ടേംസും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇതിനകത്ത് L നമുക്കൊന്ന് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യണം. ഈ L എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ക്യാരക്ടറിസ്റ്റിക് ഡയമെൻഷൻ. L is called as a characteristic dimension ആണ്. ഈ ക്യാരക്ടറിസ്റ്റിക് ഡയമെൻഷൻ എന്താന്ന് പറഞ്ഞാൽ ഫ്ലോയെ മേജറായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഡയമെൻഷൻ ഏതാണ് അതിനെ ആയിരിക്കും ക്യാരക്ടറിസ്റ്റിക് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഹോപ്പ് ഈ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് നന്നായിട്ട് അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിക്കും. നന്നായിട്ടല്ല, കുറച്ച് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയാൻ, നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലോയെ ഹൈലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനാണ് അതിനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാണ് ഇത്രയും നേരം എഴുതിയത്. അപ്പോൾ പൈപ്പ് ഫ്ലോ നമ്മൾ കണ്ടു. പൈപ്പ് ഫ്ലോയുടെ വെലോസിറ്റി വേരിയേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പൈപ്പ് ഫ്ലോ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഡയമെൻഷൻസ് കൺസിഡർ ചെയ്യാം. ഒന്ന് ലെങ്ത് ഓഫ് ദ പൈപ്പ് സെക്ഷൻ, അതുപോലെ തന്നെ മറ്റൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി പൈപ്പ് സെക്ഷൻ ആണ്. അപ്പോൾ ഏതൊരു ലെങ്ത്തിൽ നമ്മൾ വെലോസിറ്റി പ്രൊഫൈൽ വരച്ചാലും ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇത് പാരബോളിക് ആണ്, അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വെലോസിറ്റി പ്രൊഫൈൽ വരുന്നത്. സോ ഇവിടുത്തെ ഫ്ലോയെ മേജർലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ അല്ലെങ്കിൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. കാരണം ഡയമീറ്ററിന് അലോങ് ആയിട്ടാണ് നമുക്ക് ആ ഒരു വെലോസിറ്റി വേരിയേഷൻ കാണാൻ സാധിക്കുന്നത്. സോ ഇൻ കേസ് ഓഫ് എ പൈപ്പ് flow, the flow is majorly depending on the diameter of the pipe. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ L, അതായത് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറയുന്നത് DH ആണ്. L is the characteristic length is equal to DH ആണ്. DH കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ it is a hydraulic diameter of the pipe. അപ്പോൾ എന്താണ് ഈ ഹൈഡ്രോളിക് ഡയമീറ്റർ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, റോ വി ഡി ബൈ ന്യൂ ആണ്. റോ വി ഡി ബൈ വിസ്കോസിറ്റി ആണെന്നുള്ളതാണ് വിചാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അത് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ആണ്. പൈപ്പ് ഫ്ലോയുടെ കേസിൽ അത് ഹൈഡ്രോളിക് ഡയമീറ്റർ ആണ്. ഈ ഹൈഡ്രോളിക് ഡയമീറ്റർ എന്താണെന്നുള്ളത് നമ്മൾ ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പറിനെ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. RE is equal to റോ വി ഡി ഹൈഡ്രോളിക് ഡിവൈഡഡ് ബൈ മ്യൂ. ഓക്കെ, മ്യൂ ദാറ്റ് ഈസ് ദി റെയ്നോൾഡ്സ് നമ്പർ. സോ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഈ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അങ്ങനെയാണെങ്കിൽ ഇനി ഹൈഡ്രോളിക് ഡയമീറ്റർ എന്താണെന്നുള്ളത് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഹൈഡ്രോളിക് ഡയമീറ്റർ അല്ലെങ്കിൽ സിംപ്ലി DH എന്ന് പറയും. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് 4 times the area of flow divided by the wetted perimeter P. ഓക്കെ, പൈപ്പ് ഫ്ലോയുടെ കേസിൽ എവിടെ പെരിമീറ്റർ എഴുതിയാലും അത് വെറ്റഡ് പെരിമീറ്റർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഏരിയ 4 times ഏരിയ ഓഫ് ഫ്ലോ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ ആയിരിക്കും ഹൈഡ്രോളിക് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഏരിയ ഇസ് ദ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ വേർ P is the wetted perimeter. P is the wetted perimeter. അപ്പോൾ ഒരു സർക്കുലർ സെക്ഷൻ്റെ കേസിൽ we are going to find the D hydraulic in case of a circular section. That is equal to 4 times area of the circular section pi D square divided by 4 divided by pi into D ആണ്. ഓക്കെ, that is equal to D എന്ന് തന്നെ കിട്ടും. If this is the diameter of the circular pipe, D hydraulic of the pipe will be equal to diameter of the pipe. അങ്ങനെയാണ് നമ്മൾ റെയ്നോൾഡ്സ് നമ്പറിനെ RE equal to rho VD divided by viscosity എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, അപ്പോൾ ഹൈഡ്രോളിക് ഡയമീറ്റർ എങ്ങനെയാണ് വരുന്നത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് മേ ബി ചെറിയ പ്രോബ്ലം ആണല്ലോ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈഡ്രോളിക് ഡയമീറ്റർ എന്താണെന്ന് കൺഫ്യൂസ് ചെയ്യാതെ ഇരിക്കുക. നെക്സ്റ്റ് നമുക്ക് ഹൈഡ്രോളിക് ഡയമീറ്ററിന് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ലോങ്ങസ്റ്റ് സൈഡ് നമ്മൾ A ആയിട്ട് എടുത്തു, സ്മോൾ സൈഡ് B ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ D ഹൈഡ്രോളിക് വിൽ ബി ഈക്വൽ ടു 4A ഡിവൈഡഡ് ബൈ P ആണ്. That is equal to 4 into A into B divided by 2 times A plus B. That is equal to 2AB divided by A plus B. And this is the hydraulic diameter in case of the, it is not the diameter, it is hydraulic dimension വേണമെങ്കിൽ നമുക്ക് പറയാം. Okay, it is a hydraulic dimension in case of a റെക്റ്റാങ്കുലർ സെക്ഷനിലുള്ള ഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എനർജി ലോസസ് ഇൻ പൈപ്പാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെയൊക്കെ സിംപ്ലി ഇക്വേഷൻസ് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് നടന്ന AE ഇക്വേഷന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് സംതിങ് ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ ലെവൽ ഒരു ക്വസ്റ്റ്യനാണ്. ലെങ്തി ആയിരുന്നു, കാൽക്കുലേറ്റീവ് ആയിരുന്നു, അങ്ങനെ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരുന്നത്. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഒബ്വിയസ്ലി പ്രീവിയസ് ഇയറിനകത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ ഈ എനർജി ലോസസ് ഇൻ പൈപ്പ്സ് ഇക്വേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്തിരിക്കണം. സോ എനർജി ലോസസ് ഇൻ പൈപ്പ്, ഇത് കുറച്ച് ഒരു രീതിയിൽ നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്താണ്, മറ്റേ പീസോമീറ്ററിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇനിയും വരുന്നുണ്ട്. ചെസ്സീസ് ഫോർമുല ഡിറൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യം ഇനിയും പറയുന്നുണ്ട്. അപ്പോൾ എനർജി ലോസസ്, പൈപ്പിലുള്ള എനർജി ലോസസ് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഫ്ലോയ്ക്ക് ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ആണ്. നമ്മൾ പറഞ്ഞു ഫ്ലോയിൽ എനർജി ലോസസ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കാരണമാകാം. അതുപോലെ തന്നെ ഒരുപാട് റീസൺസ് ഉണ്ട്. സർഫസ് ഓഫ് ദ പൈപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ക്രിസ്റ്റൽസ് പോലെ സ്മൂത്ത് ഒന്നും ആയിരിക്കത്തില്ല. ക്രിസ്റ്റൽസ് തന്നെ ഒബ്വിയസ്ലി ഇംപെർഫെക്ഷൻസും ഉണ്ട്, അതുപോലെ ഭയങ്കര സ്മൂത്ത് ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ആ സർഫസ് റഫ്നെസ് ഒക്കെ കാരണം നമ്മുടെ പൈപ്പിൽ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഫ്ലൂയിഡിന് എന്താ ഉണ്ടാവും, വിസ്കോസിറ്റി ഉണ്ടാവും, അതും ഒരു കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ കാരണം ഈ ഒരു റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനായിട്ട് ഫ്ലൂയിഡിന് വർക്ക് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് എനർജി ലോസ്. അപ്പോൾ ആ എനർജി ലോസ് ഒക്കെ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എനർജി ലോസ് ഇൻ പൈപ്പിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് മേജർ എനർജി ലോസും രണ്ടാമത്തത് മൈനർ എനർജി ലോസുമാണ്. മേജർ എനർജി ലോസ് എന്ന് പറഞ്ഞാൽ ഒരു 80 to 80% ടോട്ടൽ ലോസ് ഓഫ് എനർജി, അല്ലെങ്കിൽ എനർജി നമ്മൾ ഹെഡായിട്ടാണല്ലോ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ത്രൂ ഔട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ടോട്ടൽ എനർജി ലോസ് അല്ലെങ്കിൽ ഹെഡ് ലോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ എനർജി ലോസ് എന്ന് പറയുന്നത് ഒരു 80 തൊട്ട് 90% വരെ വരും. മൈനർ എനർജി ലോസ് വന്നിട്ട് ഒരു 10 തൊട്ട് 20% വരെയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ മേജർ എനർജി ലോസ്, മൈനർ എനർജി ലോസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം.
ഫസ്റ്റ് മൈനർ എനർജി ലോസ് ആണ്. മേജർ എനർജി ലോസ് ആണ്. അപ്പോൾ മേജർ എനർജി ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ ഫ്രിക്ഷൻ കാരണമാണ് മേജർ എനർജി ലോസ് വരുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മേജർ എനർജി ലോസ് എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ലോസസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ അടുത്തുള്ള മെയിനായിട്ടുള്ള 2 ഫോർമുല ആണ്. ഒന്ന് ഡാർസി വെസ്ബാച്ച് ഫോർമുല, അതുപോലെ തന്നെ ചെസീസ് ഫോർമുലയിൽ നിന്ന് നമ്മൾ ഹെഡ് ലോസ് ഡിറൈവ് ചെയ്ത് എടുക്കുന്ന ഒരു ഫോർമുലയുണ്ട്. അപ്പോൾ ഈ 2 ഫോർമുലകളാണ് മേജർ എനർജി ലോസ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് മൈനർ എനർജി ലോസ് ആണ്. മൈനർ എനർജി ലോസ് ശരിക്കും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ ക്രോസ് സെക്ഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പൈപ്പ് സെക്ഷനിൽ ത്രൂ ഔട്ട് ദ ലെങ്ത് ഒരുപോലെ ആയിരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനുകളിലാണ് ഈ മൈനർ ലോസസ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പോലെ തന്നെ മേജറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കുറവാണ്. അതുകൊണ്ടാണല്ലോ ഒബ്വിയസ്ലി അതിനെ മൈനർ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഏതൊക്കെയാണ് മൈനർ എനർജി ലോസസ് എന്ന് ചോദിച്ചാൽ, ഒന്ന് പൈപ്പിൻ്റെ സഡൻ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ, സഡൻ എക്സ്പാൻഷൻ എപ്പോഴായിരിക്കും വരുന്നത്? ഒരു സ്മോൾ പൈപ്പിൻ്റെ അറ്റത്തൊരു ലാർജ് പൈപ്പ് കണക്ട് ചെയ്തിരുന്നാൽ ദർ ഇസ് എ സഡൻ എക്സ്പാൻഷൻ ഓഫ് ഫ്ലോ ഇൻ ദിസ് കേസ്. ഇങ്ങനെയുള്ള കേസിൽ ഇവിടെ വന്നിട്ട് എന്തുണ്ടാവും? എനർജി ലോസസ് ഉണ്ടാവും. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷൻ. ഇതിൻ്റെ നേരെ തിരിച്ചുള്ള കേസ്, അതായത് വലിയ സെക്ഷൻ ഓഫ് പൈപ്പ് ഉണ്ടാവും, അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ സെക്ഷൻ ഓഫ് പൈപ്പ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ ഒരു രണ്ടിൻ്റെയും സെക്ഷൻ്റെ ഇടയ്ക്ക് ഒരു എനർജി ലോസ് ഉണ്ടാവും. ദാറ്റ് ഈസ് എ സഡൻ കോൺട്രാക്ഷൻ ഡ്യൂ ടു ദി സഡൻ കോൺട്രാക്ഷൻ ഓഫ് ദ പൈപ്പ്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ബെൻഡ് ഇൻ ദ പൈപ്പിൽ എന്തെങ്കിലും ബെൻഡ് വരിക, ദെൻ പൈപ്പ് ഫിറ്റിങ്സ്, വാൽവ് പോലെയൊക്കെയുള്ള പൈപ്പ് ഫിറ്റിങ്ങുകൾ വരിക, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ വരും. അല്ലെങ്കിൽ പൈപ്പിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പൈപ്പിൽ എനർജിയുടെ ലോസുകൾ സംഭവിക്കും. ഇനി നമുക്ക് ഫ്രിക്ഷണൽ ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഫ്രിക്ഷണൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് രണ്ട് ഫോർമുലാസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡാർസി വെസ്ബാച്ച് ഫോർമുല, രണ്ടെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ചെസീസ് ഫോർമുല യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഡാർസീസ് വെസ്ബാച്ച് ഫോർമുല എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ഇക്വേഷൻ ചെയ്താൽ അതിൻ്റെ ഡെറിവേഷനൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഓക്കെ, HF ഈസ് ദി ലോസ് ഓഫ് ഹെഡ്, ചിലയിടത്ത് HL എന്ന് എഴുതാറുണ്ട്, ഇസ് ഈക്വൽ ടു FLV² ഡിവൈഡ് ബൈ 2GD ആണ്. കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ തന്നെയാണ്. FLV² ഡിവൈഡഡ് ബൈ 2GD ആണ് ഇക്വേഷൻ ഫോർ ദ ഹെഡ് ലോസ് ബൈ ഡാർസി വെസ്ബാച്ച് ഫോർമുല. അപ്പോൾ ഓരോ ടേംസും എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ പൈപ്പ് സെക്ഷൻ എന്നുണ്ടെങ്കിൽ പൈപ്പ് സെക്ഷനിലൂടെ പോകുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി V, ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് D ആണ് എന്നുണ്ടെങ്കിൽ HF ഇസ് ഈക്വൽ ടു FLV² ഡിവൈഡ് ബൈ 2GD. V എന്ന് പറയുന്നത് മീൻ വെലോസിറ്റി ഓഫ് ദി ഫ്ലോ ആണ്. മീൻ വെലോസിറ്റി എന്ന് പറയാനുള്ള കാരണം എന്താണ്? ത്രൂ ഔട്ട് ദ സെക്ഷൻ വെലോസിറ്റി എന്ന് പറയുന്നത് പാരബോളിക്കലി വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മീൻ വെലോസിറ്റി, മോസ്റ്റ് ഓഫ് ദി കേസിൽ നമ്മൾ മീൻ വെലോസിറ്റി ആണ് എടുക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കറക്ഷൻ ഫാക്ടറുകൾ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ കറക്ഷൻ ഫാക്ടറുകൾ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ കറക്ഷൻ ഫാക്ടറിൻ്റെ കാര്യം വിട്ടേക്ക്. അപ്പോൾ നമ്മൾ ഫ്രിക്ഷണൽ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് മീൻ വെലോസിറ്റി ആയിരിക്കും. F എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഫാക്ടറാണ്. ഓക്കെ, ഫ്രിക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഇതിനെ ബ്ലേഷ്യസ് ഫ്രിക്ഷൻ ഫാക്ടർ എന്നും പറയും. ഇറ്റ് ഈസ് ഓൾസോ എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോട്ട് എഴുതുകയാണ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം PSC പ്രീവിയസ് ഇയർ എന്നുള്ളത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. സോ ദാറ്റ് നമുക്ക് എക്സാമിൻ്റെ തലേ ദിവസം പോകാൻ നേരം ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് സ്മോൾ എഫ് ആണ്. സോ ഈ ഫ്രിക്ഷൻ ഫാക്ടറിനെ നമുക്ക് 4 ടൈംസ് എഫ് ഡാഷ് എന്ന് എഴുതാം. ഈ എഫ് ഡാഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഫ്രിക്ഷൻ ഫാക്ടർ ആണോ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. മോസ്റ്റ് ഓഫ് ദ കേസിൽ എഫ് ഡാഷ് എന്ന് തരാതെ ഈ പേരുകളായിരിക്കും തന്നിരിക്കുന്നത്. സോ ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നതാണ് എഫ് ഡാഷ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എച്ച് എഫിനെ ഇൻ ടേംസ് ഓഫ് എഫ് ഡാഷ് ഒന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എച്ച് എഫ് ഇൻ ടേംസ് ഓഫ് എഫ് ഡാഷ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 4 എഫ് ഡാഷ് എൽ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g ഡി ആയിരിക്കും. അപ്പോൾ രണ്ട് ഇക്വേഷനും നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എഫും എഫ് ഡാഷും തമ്മിലുള്ള ഡിഫറൻസ് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കുകയും വേണം. ഓക്കെ, ഇനി ഡിസ്ചാർജിൻ്റെ ടേംസിൽ ഹെഡ് ലോസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി വി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ക്യൂ ഡിവൈഡഡ് ബൈ പൈ ബൈ 4 ഇൻറ്റു ഡി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ എച്ച് എഫിന് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് എൽ വി സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ജി ഇൻറ്റു ഡി ആണ്. ദാറ്റ് ഈസ് വി സ്ക്വയറിന് നമ്മൾ ക്യൂവിൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ എഫ് എൽ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ബൈ 4 ഡി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g ഇൻറ്റു ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ തനിയൊന്ന് റീഅറേഞ്ച് ചെയ്തൊന്ന് എഴുതി നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ഇക്വേഷൻ മാത്രമാണ് എഴുതുന്നത്, റീഅറേഞ്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. 8q സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ജി ഇൻറ്റു എഫ് എൽ ഡിവൈഡഡ് ബൈ ഡി റേസ് ടു 5 എന്ന് കിട്ടും. ഓക്കെ, ഒന്നും കൂടി ഇക്വേഷൻ പറയാം. 8q സ്ക്വയർ എഫ് എൽ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ജി ഇൻറ്റു ഡി റേസ് ടു 5. ഇതാണ് ഹെഡ് ലോസിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഡിസ്ചാർജ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉണ്ട്. നമുക്കറിയാവുന്ന 8ൻ്റെ വാല്യൂ അറിയാം, പൈയുടെ വാല്യൂ അറിയാം, ജിയുടെ വാല്യൂ, ഈ വാല്യൂസ് എല്ലാം അറിയാം. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. എച്ച് എഫ് ഇസ് ഈക്വൽ ടു എഫ് എൽ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 12.1 ഡി റേസ് ടു 5. ഇതൊന്ന് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ആയാലും മതി. എന്തെങ്കിലും സിമ്പിൾ പ്രോബ്ലംസ് വരും. ഇത് വെച്ചിട്ട് സിമ്പിൾ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഇല്ല, കാരണം കുറച്ചൊരു കാൽക്കുലേറ്റീവ് ആണ്. നിങ്ങൾക്ക് മാത്സിൽ നിങ്ങൾക്ക് ഭയങ്കര പുലി അല്ലെങ്കിൽ നമുക്കത് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് കുറച്ച് പാട് വരുന്ന ഒരു കാര്യമാണിത്. സ്റ്റിൽ ചെറിയ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാതെ പോകരുതല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നവർ ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇത് ഓർത്ത് വയ്ക്കാനൊന്നുമില്ല, നമുക്കിത് എക്സാം ഹോളിൽ ഇരുന്ന് പെട്ടെന്ന് ഷടപടയെന്ന് പറഞ്ഞിട്ട് ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ദിസ് ഈസ് ദി ഹെഡ് ലോസ് ഇൻ ടേംസ് ഓഫ് ദി ഡിസ്ചാർജ്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഡോണ്ട് കൺഫ്യൂസ് ബിറ്റ്വീൻ ദ ഫ്രിക്ഷൻ ഫാക്ടർ എഫ് ആൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എഫ് ഡാഷ്. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും കൺഫ്യൂസ് ആവാനായിട്ട് പാടില്ല. അപ്പോൾ ലാമിനർ ടർബുലൻറ്റ് ഫ്ലോയുടെ കേസിൽ എഫിൻ്റെയും എഫ് ഡാഷിൻ്റെയും വാല്യൂസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ടേംസിൽ പറയാൻ പറ്റും. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി വെലോസിറ്റി. ഒരു പൈപ്പിൽ തന്നെയാണ്, ഒരേ ഫ്ലൂയിഡ് തന്നെയാണ് പോകുന്നതെങ്കിൽ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറുന്ന ഒരു കാര്യമാണ് ഈ റെയ്നോൾഡ്സ് നമ്പർ. അപ്പോൾ വെലോസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും. വെലോസിറ്റി അത് നമുക്ക് ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇക്വേഷൻ വൈസ് ആറിയുടെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആറിയുടെ വാല്യൂസ് ഇൻ കേസ് ഓഫ് ദ ലാമിനാർ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ വെച്ചിട്ട് നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് റെയ്നോൾഡ്സ് നമ്പറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡിനനുസരിച്ച് മാറുന്ന ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഒരു പർട്ടിക്കുലർ ഒരു പൈപ്പ് സെക്ഷന് വളരെ കോൺസ്റ്റൻ്റ് ആയിരിക്കും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒബ്വിയസ്ലി ആ പൈപ്പ് സെക്ഷൻ്റെ സർഫസ് റഫ്നെസ്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ ഒരിക്കലും അതൊരു കോൺസ്റ്റൻ്റ് ഇൻ കേസ് ഓഫ് എ പൈപ്പ്, ഒരു പർട്ടിക്കുലർ ഗിവൺ പൈപ്പ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു മെറ്റാലിക് പൈപ്പിനൊക്കെ യൂഷ്വലി വരുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഫിക്സഡ് വാല്യൂ ഇല്ല, പക്ഷേ യൂഷ്വലി വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു 0.02 തൊട്ട് 0.04 വരെയാണ്.
ഇനി ലാമിനാർ ടർബുലൻറ്റ് ഫ്ലോയുടെ കേസിൽ ഇതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെ വരുമെന്നുള്ളത് നോക്കാം. എംഫിറിക്കൽ ഇക്വേഷൻസ് ആണ്. SSCക്ക് മിക്കവാറും ചോദിക്കാറുണ്ട്, ലൈക്ക് പ്രോബ്ലം ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. പക്ഷേ PSCക്ക് കൂടുതലായിട്ട് ഇക്വേഷൻസ് ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. F' എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഫാക്ടർ. ഇക്വേഷൻസ് ഒന്ന് നോക്കാം. F' എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ലാമിനാർ ഫ്ലോയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ RE <2000 ആണ് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ RE ആണ് ഇൻ കേസ് ഓഫ് ദി ലാമിനാർ ഫ്ലോ. സോ ഫ്രിക്ഷൻ ഫാക്ടർ F എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ 4 ടൈംസ് F' ആണ്. സോ F ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ RE ആണ്. ടർബുലൻറ്റ് ഫ്ലോയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ F' കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ടു 0.079 ഡിവൈഡഡ് ബൈ RE ഓൾ റേസ് ടു 1/4 ആണ്. ടർബുലൻറ്റ് ഫ്ലോയുടെ കണ്ടീഷൻ എപ്പോഴാണ് വരുന്നത്? REയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 4000 ആവുമ്പോൾ. സോ ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ 4 ടൈംസ്, ദാറ്റ് ഈസ് 0.316 ഡിവൈഡഡ് ബൈ RE ദ ഓൾ റേസ് ടു 1/4 ആണ്. സോ these are the basic values for the F and F'. ഇനി ഇത്രയേ ഉള്ളൂ നമുക്ക് ഡാർസീസ് ഫോർമുലയെ പറ്റി പറയാനായിട്ട്, ഡാർസീസ് വെസ്ബാച്ച് ഇക്വേഷനെ പറ്റി പറയാനുള്ളത്. ഇനി ചെസീസ് ഫോർമുല പറയുന്നതിന് മുമ്പ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാം. ഓൾറെഡി ഇതൊന്ന് ഡിസ്കസ് ചെയ്തതാണ്, പക്ഷേ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. സോ ഇതൊരു പൈപ്പ് സെക്ഷനാണ്. പൈപ്പ് സെക്ഷനിൽ നമ്മൾ പീസോമീറ്ററാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടു ഗെറ്റ് ദ ഹെഡ് ഓഫ് വാട്ടർ. ഇവിടെ നമുക്ക് ഹെഡ് ഓഫ് വാട്ടർ ഇത്രയും കിട്ടി. ഇവിടെ വരുമ്പോഴേക്കും ഹെഡ് ഓഫ് വാട്ടർ കുറച്ച് കുറവാണ് കിട്ടിയത്. കാരണം നമുക്ക് ഓൾറെഡി അറിയാം, ബിക്കോസ് ഓഫ് ദ എനർജി ലോസസ് ഫ്രം 0.1 to 0.2 എടുക്കുമ്പോഴേക്കും. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് D ആണ്. ഓക്കെ, അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം E1 ഈക്വൽ ടു E2 ആയിരുന്നു വരേണ്ടത്. പക്ഷേ ദിസ് ഈസ് നോട്ട് ദ കേസ്. ഹിയർ ദർ ഈസ് ലോസ് ഓഫ് എനർജി. അതായത് ഇത് സൂചിപ്പിക്കുന്നത് E1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് E2 പ്ലസ് സം ഹെഡ് ലോസ്, അതായത് HF. ഓക്കെ, ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ പൈപ്പ് സെക്ഷനിൽ ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ മൈനർ ലോസസ് ഉണ്ടാവാനുള്ള ഒരു കണ്ടീഷനുകളും ഇല്ല. സോ മേജർ ലോസ് ആയിട്ടുള്ള HF ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ HF എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഹെഡ് നമുക്ക് ഈ പീസോമെട്രിക് ഹെഡുകളുടെ ഡിഫറൻസ് ആയിട്ട് പറയാം. സോ ദിസ് ഈസ് ദി HF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമുക്ക് തീറ്റ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യം വരും തീറ്റ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സെക്ഷൻസ് തമ്മിലുള്ള ലെങ്ത്ത് വൈസ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L ആണ്. 1ഉം 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ അനുസരിച്ച് നമുക്കിതൊന്ന് എഴുതി നോക്കാം. അങ്ങനെയാണെങ്കിൽ P1 ഡിവൈഡഡ് ബൈ ρg പ്ലസ് V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g പ്ലസ് Z1 ഈക്വൽ ടു P2 divided by ρg plus V2 square divided by 2g plus Z2 plus HF ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പൈപ്പ് സെക്ഷൻ ആയതുകൊണ്ട് Z രണ്ടിൻ്റെയും സെയിം തന്നെ ആയിരിക്കും. പിന്നെ സെയിം പൈപ്പ് സെക്ഷൻ ആണ്, അപ്പോൾ ഏരിയ ഒന്നും മാറുന്നില്ല. സോ ബൈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ V1ഉം V2ഉം സെയിം ആയിരിക്കും. അപ്പോൾ അതെല്ലാം ക്യാൻസൽ ആയിട്ട് പോയി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ ρg എന്ന് പറയുന്നതായിരിക്കും ഈ HF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. Now coming to the second formula for finding the head loss in by friction, that is Chassis formula. Chassis formula ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സോ Chassis formula എന്ന് പറയുന്നത് V ഈക്വൽ ടു C സ്ക്വയർ റൂട്ട് ഓഫ് M ഇൻറ്റു I ആണ്. ഓക്കെ,
ഈ സി ഡിനോട്ട് ചെയ്യുന്നത് അതൊരു കോൺസ്റ്റൻ്റ് ആണ്, കോൾഡ് ചെസീസ് കോൺസ്റ്റൻറ്റ്. എം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് എന്നും പറയും. ദാറ്റ് ഈസ് ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ്. അപ്പോൾ സർക്കുലർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് പൈ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡി ഡിവൈഡഡ് ബൈ 4 ആണ്. ദാറ്റ് ഈസ് എ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഓർ ദ ഹൈഡ്രോളിക് റേഡിയസ് ഇൻ കേസ് ഓഫ് ചെസീസ് ഫോർമുല. അപ്പോൾ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദി എനർജി ലോസ് ഗ്രേഡിയൻറ്റ് ത്രൂ ഔട്ട് ദ ലെങ്ത് എൽ. അതായത് എൽ ലെങ്ത്തിൽ ടോട്ടൽ എത്ര എനർജി ലോസ് ആണ് വന്നിരിക്കുന്നത് എച്ച് എഫ്. അതായത് നേരത്തെ കണ്ട ഫിഗറിൽ ഇറ്റ് ഈസ് ടാൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് എഫ് ഡിവൈഡഡ് ബൈ എൽ ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ കിട്ടി, എമ്മിൻ്റെ വാല്യൂ എല്ലാം നമുക്ക് കിട്ടി. സി എന്ന് പറയുന്നത് ഓൾറെഡി ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എച്ച് എഫിന് ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എച്ച് എഫ് ഈക്വൽ ടു 4L V സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഇൻറ്റു ഡി ആണ്. ദിസ് ഈസ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് ദി ഹെഡ് ലോസ് ഇൻ കേസ് ഓഫ് എ ചെസീസ് ഫോർമുല. ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാം. വലിയ ഡെറിവേഷൻ ഒന്നുമില്ല, ചെറുതായിട്ട് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഐ കണ്ടുപിടിച്ചു. എം നമുക്ക് അറിയാം, ദാറ്റ് ഇസ് എം ഇസ് ഈക്വൽ ടു ഡി ബൈ 4 ആണ് ഇൻ കേസ് ഓഫ് എ സർക്കുലർ പൈപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഈക്വൽ ടു സി ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എം ഐ ആണ് അക്കോർഡിംഗ് ടു ചെസീസ് ഫോർമുല. രണ്ടിടത്തും സ്ക്വയർ എടുക്കുക. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു എം ഇൻറ്റു ഐ ആണ്. ഓക്കെ, സി സ്ക്വയർ അതുപോലെ തന്നെ ഇരിക്കുന്നു. എമ്മിനെ നമുക്ക് ഡി ഡിവൈഡഡ് ബൈ 4 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐയെ നമുക്ക് എച്ച് എഫ് ഡിവൈഡഡ് ബൈ എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിനകത്തുനിന്ന് റീഅറേഞ്ച് ചെയ്ത് എച്ച് എഫിൻ്റെ ടേം എടുത്തിട്ടാണ് ഈ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ദി ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എച്ച് എഫ് ഈക്വൽ ടു എഫ് എൽ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഇൻറ്റു ഡി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഇനി ഡാർസി വെസ്ബാച്ച് ഇക്വേഷനും അതുപോലെ തന്നെ ചെസീസ് ഫോർമുലയും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ട് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എച്ച് എഫ് ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എച്ച് എഫ് ഇസ് ഈക്വൽ ടു എഫ് എൽ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G ഇൻറ്റു ക്യാപിറ്റൽ ഡി അക്കോർഡിംഗ് ടു ഡാർസീസ് വെസ്ബാച്ച് ഇക്വേഷൻ ബൈ ചെസീസ് ഫോർമുല. നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത് എഫ് എൽ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ, ഇറ്റ് ഈസ് വി സ്ക്വയർ, ഇവിടെ വി ആണ്, വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. കറക്റ്റ് ചെയ്തേക്കാം, ഇറ്റ് ഈസ് വി ഹിയർ. സോ സി സ്ക്വയർ ഇൻറ്റു ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്യുക. ഡി ക്യാൻസൽ ചെയ്യുക, വി സ്ക്വയർ എല്ലാം ക്യാൻസലാക്കി. അതിനുശേഷം വി ഗെറ്റ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 8G divided by F എന്ന് കിട്ടും. C square equal to 8G divided by F. So C equal to square root of 8G divided by F എന്ന് കിട്ടും. 8G divided by F. C equal to square root of 8G divided by F എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. So this is the equation for the Chesy's formula in terms of the friction factor F. ഇനി മൈനർ എനർജി ലോസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൈനർ എനർജി ലോസസ് നമ്മൾ ഓൾറെഡി ഒന്ന് ലിസ്റ്റ് ചെയ്തതാണ്. സഡൻ എൻലാർജ്മെൻറ്റ്, സഡൻ കോൺട്രാക്ഷൻ, ഒരു പൈപ്പിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ, ഒരു പൈപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ, പൈപ്പിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ, അതുപോലെ പൈപ്പിൽ എന്തെങ്കിലും ബെൻഡ് ഉണ്ട്, അതുപോലെ വേരിയസ് പൈപ്പ്സ് ഫിറ്റിങ്സ്, ഇത്രയാണ് മൈനർ ലോസസിന് കാരണമായിട്ട് വരുന്നത്. 1 by 1 ഇതിൻ്റെ ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിക്കണം. ഫസ്റ്റ് വൺ വന്നിട്ട് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻ്റ് ആണ്. സഡൻ എൻലാർജ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ മാത്രമേ പറയുന്നുള്ളൂ. കാരണം
നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തെടുത്ത അതേ വേയിൽ തന്നെയാണ് ഈ ഒരു ഇക്വേഷനും വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 2 സെക്ഷൻ കൺസിഡർ ചെയ്യുക. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന സെക്ഷൻ 1-1 സെക്ഷൻ എൻലാർജ്ഡ് സെക്ഷനിലും ചെറിയ സ്മോളർ പൈപ്പിലും 2 സെക്ഷൻസ് 1ഉം 2ഉം കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം എൻലാർജ്മെൻറ്റിൻ്റെ കേസിൽ ഉള്ള ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എനർജി അറ്റ് 1 ഈക്വൽ ടു എനർജി അറ്റ് 2 പ്ലസ് സം ഹെഡ് ലോസ്. അപ്പോൾ ആ ഹെഡ് ലോസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എൻലാർജ്മെൻറ്റിൻ്റെ ഹെഡ് ലോസ് ആയിട്ടുള്ള HE ഈക്വൽ ടു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G എന്നുള്ള ഇക്വേഷൻ കിട്ടിയത്. സോ ഇക്വേഷൻ ഒന്നുകൂടി പറയാം. HE ഈക്വൽ ടു V1 മൈനസ് V2 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദി ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു എൻലാർജ്മെൻറ്റ്. ഡെറിവേഷൻ പറയുന്നില്ല, അതുകൊണ്ട് വലിയ കാര്യമില്ല. ഇക്വേഷൻ എന്തായാലും കാണാതെ പഠിക്കുക. നെക്സ്റ്റ് വന്നിട്ട് ലോസ് ഓഫ് ഹെഡ് അറ്റ് ദ എക്സിറ്റ് ഓഫ് പൈപ്പാണ്. പൈപ്പിൻ്റെ എക്സിറ്റ് വരുമ്പോൾ എങ്ങനെയാണ് ലോസ് ഓഫ് ഹെഡ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പൈപ്പിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഒരു പൈപ്പ്. പൈപ്പിൻ്റെ എക്സിറ്റിൽ വരുമ്പോഴേക്കും എക്സിറ്റ് എന്ന് പറയുന്നത് വി ക്യാൻ കൺസിഡർ ദിസ് ആസ് എൻ ഇമാജിനറി ഏരിയ. ഇതാണ് എക്സിറ്റ് ഏരിയ എന്നുള്ളത് വിചാരിക്കുക. ഇഫ് യു കൺസിഡർ ദ ഏരിയ ഓഫ് ദ എക്സിറ്റ്, അതായത് പുറത്തെ എൻവയോൺമെൻറ്റിനെ കൺസിഡർ ചെയ്യുക വിത്ത് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പൈപ്പ്. എ ഈസ് വെരി ലാർജ് ഔട്ട്സൈഡ്. പുറത്തോട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ ലാർജാണ്. അപ്പോൾ ഏരിയ കൂടിക്കഴിഞ്ഞാൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഡൗൺവേർഡ് ആരോ സൂചിപ്പിക്കുന്ന ഡിക്രീസ് ചെയ്യും. അല്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ടെൻഡ് ടു ബി സീറോയിലേക്ക് വരെ എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സിറ്റിൻ്റെ കേസ് എന്ന് പറയുന്നത് ഒരു കേസ് ഓഫ് സഡൻ എൻലാർജ്മെൻ്റ് ആണെന്ന് നമുക്ക് വിചാരിക്കാം, എന്ന് വെച്ചാൽ അസ്യൂം ചെയ്യാം. കാരണം ചെറിയൊരു പൈപ്പ് സെക്ഷനിൽ നിന്നും ലാർജ് ഒരു ഏരിയയിലേക്കാണ് വാട്ടർ എക്സ്പോസ് ചെയ്ത് വരാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് എ കേസ് ഓഫ് സഡൻ എൻലാർജ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ എൻലാർജ്മെൻറ്റിൻ്റെ കേസിൽ HE എന്ന് പറയുന്നത് V1 മൈനസ് V2 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G ആണ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ വരുമ്പോഴേക്കും സഡൻ എൻലാർജ്മെൻറ്റ് വരുമ്പോൾ V2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ ദ ഇക്വേഷൻ ബിക്കം V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G. അപ്പോൾ ഇവിടെ 2 സെക്ഷൻ എടുക്കാണ്ട് ജസ്റ്റ് പൈപ്പിലൂടെ വരുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി മാത്രം എടുത്താൽ മതി. സോ HE ഈക്വൽ ടു V സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G എന്ന് എഴുതാം. HE ഈക്വൽ ടു V സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G. ഇറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദി loss of head at the exit of the pipe. Next, it is due to the sudden contraction. It is not enlargement. Sudden contraction കാരണം എത്ര ഹെഡ് ലോസ് ആണ് വരുന്നതെന്ന്. അപ്പോൾ സഡൻ ലോസ് ഓഫ് ഹെഡ് ഇസ് ആക്ച്വലി ഡ്യൂ ടു ദ സഡൻ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സഡൻ നമ്മൾ ഓൾറെഡി പഠിച്ചത്, അതായത് എൻലാർജ്മെൻറ്റിൻ്റെ കേസ്, അതിൻ്റെ ലോസ് എന്ന് പറയുന്നത് സഡൻ കോൺട്രാക്ഷനുമായിട്ട് നോക്കുമ്പോഴേക്കും വളരെ ലാർജാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സഡൻ കോൺട്രാക്ഷൻ്റെ കേസ് നെഗ്ലക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു കോൺട്രാക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ഒരു വലിയ പൈപ്പ് സെക്ഷനിൽ നിന്നും കുറച്ച് ഡയമീറ്റർ കുറഞ്ഞൊരു പൈപ്പ് സെക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പൈപ്പിന് ഈ ഒരു ഏരിയയിലേക്ക് മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. അപ്പോൾ അവിടെ തട്ടിയിട്ട് എവിടെയാണ് ഫ്ലോ പോസിബിൾ ആവുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് വരും. അപ്പോൾ ഡയറക്ഷനിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു ചെറിയൊരു പൈപ്പിലോട്ടാണ് വരുന്നത്. അപ്പോൾ സഡൻലി ആ പൈപ്പ് ഫുള്ള് ഫില്ല് ചെയ്യുകയല്ല സംഭവിക്കുന്നത്. ഫ്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെരി മൈന്യൂട്ട് ഡിസ്റ്റൻസ് ആയിരിക്കും. ആ ഒരു മൈന്യൂട്ട് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടായിരിക്കും ഈ സെക്കൻഡ് പൈപ്പ് ഫുള്ളും ഫില്ലാവുന്നത്. അപ്പോൾ എവിടെയാണ് ഇൻ ദ വിച്ച് സെക്ഷൻ വെയർ ദ പൈപ്പ് ഫ്ലോയുടെ സെക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളത്, ആ സെക്ഷനെ നമ്മൾ വീന കോൺട്രാക്റ്റ് എന്ന് പറയും. അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ് എന്താണ് ഈ വീന കോൺട്രാക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് തട്ടി ഫ്ലോ ഇങ്ങനെ ചെറുതായി അതിനുശേഷം സെക്കൻഡ് പൈപ്പിൽ ഫുള്ളി ഫില്ലായി. ഇതാണ് പ്രോസസ് ഓഫ്
ഫ്ലോ ഇൻ കേസ് ഓഫ് എ കോൺട്രാക്ഷൻ. ഓക്കെ, കോൺട്രാക്ഷൻ്റെ കേസിൽ ഉള്ള ഫ്ലോ എന്ന് പറയുന്നത്, ഫ്ലോയുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ശരിക്കും നടക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശരിക്കും ഹെഡ് ലോസ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, വീന കോൺട്രാക്റ്റയിൽ നിന്നും സെക്കൻഡ് പൈപ്പിൻ്റെ ഡയമീറ്റർ ഫുള്ളും ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു എനർജിയാണ് ഇവിടുത്തെ മെയിനായിട്ട് വരുന്ന ഒരു എനർജി ലോസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എനർജി ലോസിനെ വേണമെങ്കിൽ നമുക്കൊരു കേസ് ഓഫ് എൻലാർജ്മെൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ കേസ് ഓഫ് എൻലാർജ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G. സോ എൻലാർജ്മെൻറ്റ് ഏതൊക്കെ സെക്ഷനുകൾ തമ്മിലാണ്? വീന കോൺട്രാക്റ്റർ സെക്ഷൻ ആയിട്ടുള്ള CCയും 2ഉം തമ്മിലാണ് എൻലാർജ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, സോറി, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീന കോൺട്രാക്റ്റേയും സെക്ഷൻ 2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. AC VC ഈക്വൽ ടു A2 V2 ആണ്. ഓക്കെ, AC VC ഈക്വൽ ടു A2 V2. അതിനെ നമുക്ക് CC ഇൻറ്റു A2 ഇൻറ്റു VC ഈക്വൽ ടു A2 V2 എന്ന് പറയാം. A2 രണ്ടും ക്യാൻസലായി പോകുന്നുണ്ട്. CC എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഏരിയ ഓഫ് ദ വീന കോൺട്രാക്റ്റർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി പൈപ്പ് സെക്ഷൻ അറ്റ് 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് VC എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ CC എന്ന് കിട്ടും. അപ്പോൾ V2 ഡിവൈഡഡ് ബൈ CC എന്ന് കിട്ടി. അതിൽ നമുക്ക് നമ്മുടെ ബേസിക് ഇക്വേഷൻ ആയിട്ടുള്ള V1 മൈനസ് V2 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G എന്നുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ HC ദാറ്റ് ഇസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ ഇസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ CC. അതാണല്ലോ V1 ഉള്ള വെലോസിറ്റി, ദാറ്റ് ഇസ് VC. V1 എന്ന് പറയുന്നത് ഈ കേസിൽ എന്താണ്? VC ആണ്. ഓക്കെ, മൈനസ് V2 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G ആണ്. V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G നമ്മൾ കോമൺ ആയിട്ട് എടുത്തു ഇൻറ്റു 1 ബൈ CC മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അതാണ് ഹെഡ് ലോസ് ഇൻ കേസ് ഓഫ് എ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, HC ഈക്വൽ ടു V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ CC മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ CC മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, CC മൈനസ് 1 ബൈ CC മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനെ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഇൻ കേസ് ഓഫ് എ പൈപ്പ് സെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇൻ കേസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഈ CCയുടെ വാല്യൂ ഒന്നും തന്നിട്ടില്ല ഫോർ ഫൈൻഡിങ് ദ ഇക്വേഷൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അസ്യൂം 1 ഡിവൈഡഡ് ബൈ CC മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ജസ്റ്റ് അസ്യൂം ചെയ്യുക 0.5. നമുക്ക് തന്നിട്ടില്ല, CCയുടെ വാല്യൂ ഒന്നും തന്നിട്ടില്ലെങ്കിൽ 0.5 ആയിട്ട് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ എങ്ങനെ എഴുതാം? 0.5 ഇൻറ്റു V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺട്രാക്ഷൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദിസ് ഈസ് ദി ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ. ഇനി അടുത്തത് എൻട്രൻസ് ഓഫ് എ പൈപ്പ്. എൻട്രൻസ് ഓഫ് എ പൈപ്പിൻ്റെ കണ്ടീഷൻ വരുന്നത് ഒരു ലാർജ് ടാങ്ക് അല്ലെങ്കിൽ ഒരു റിസർവോയർ കൺസിഡർ ചെയ്യുക. റിസർവോയറിൽ നിന്ന് വാട്ടർ നമ്മളൊരു പൈപ്പ് വഴി ആയിരിക്കും കടത്തി വിടുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് പോർഷൻ, എൻട്രൻസ് ടു ദ പൈപ്പ് സെക്ഷനിൽ എത്രയാണ് ലോസ് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഹെഡ് ലോസ് ഡ്യൂ ടു ദി ഹെഡ് ലോസ് അറ്റ് ദ എൻട്രൻസ് ഓഫ് എ പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനും ഇക്വേഷൻ വന്നിട്ട് HI ഈക്വൽ ടു 0.5 V സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G ആണ്. 0.5 V സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G. ഓക്കെ, ഇതിന് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, ഇതൊരു ജസ്റ്റ് കാണാതെ പഠിച്ചാൽ മതി ഈ ഒരു ഇക്വേഷൻ. ഇനി അടുത്തത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, പൈപ്പിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഹെഡ് ലോസ് ആണ്. അപ്പോൾ ഒരു ഒബ്സ്ട്രക്ഷൻ ഒരു പൈപ്പ് ഫ്ലോയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നുകൊണ്ട് ഇവിടെ ഫുൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഫ്ലോ ആണ്, അതിങ്ങനെ വന്ന് ചെറുതായി പിന്നെ
ഇങ്ങനെ ആവും. ഓക്കെ, ഇതൊരു ഫ്ലോ കോൺട്രാക്ഷൻ്റെ കേസ് തന്നെയാണ്. ഇങ്ങനെ ആവും. അതായത് ഈ ഒരു ഒബ്സ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം ദെയർ വിൽ ബി വൺ വീന കോൺട്രാക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ഫ്ലോയുടെ കേസ് വരുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് സ്മോൾ എ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. എ എന്ന് പറയുന്നത് മാക്സിമം ഏരിയ ഓഫ് ദ ഒബ്സ്ട്രക്ഷൻ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ക്വസ്റ്റ്യനൊന്നും അങ്ങനെ പ്രീവിയസ് ഇയറുകളിലൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. എ ഈക്വൽ ടു മാക്സിമം ഏരിയ ഓഫ് ദ ഒബ്സ്ട്രക്ഷൻ, capital A equal to area of the pipe, V equal to velocity of the liquid in the pipe. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1.1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വോൾ പൈപ്പ് സെക്ഷനിൽ നിന്നും ഒബ്സ്ട്രക്ഷൻ്റെ പൈപ്പ് സെക്ഷൻ നമ്മൾ മൈനസ് ചെയ്യണം. സെക്ഷൻ 1.1 ഓക്കെ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എ മൈനസ് സ്മോൾ എ ആണ്. വി സി എന്ന് പറയുന്നത് വി സി ആണ്. ഓക്കെ, ഇറ്റ് ഈസ് വി സി ആണ്. വി സി ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ലിക്വിഡ് അറ്റ് ദ വീന കോൺട്രാക്റ്റ്. സി സി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, എ സി ഡിവൈഡഡ് ബൈ നമ്മൾ സെക്ഷൻ 1.1 ആണ് കൺസിഡർ ചെയ്തത്. സോ എ മൈനസ് സ്മോൾ എ ആണ്. അങ്ങനെയാണെങ്കിൽ എ സി എ നമുക്ക് എങ്ങനെ എഴുതാം? സി സി ഇൻറ്റു എ മൈനസ് സ്മോൾ എ എന്ന് എഴുതാം. എ സി ഇൻറ്റു വി സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി ആണ്. എ എന്ന് പറയുന്നത് ഫുൾ പൈപ്പ് സെക്ഷൻ്റെ ഏരിയ ആണ്. സോ വി സി ഇൻ ടേംസ് ഓഫ് ഏരിയ ആൻഡ് വെലോസിറ്റി ഇൻ ദ ഫുൾ പൈപ്പ് സെക്ഷൻ എന്ന് പറയുന്നത് വി സി ഇൻറ്റു എ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ സി സി ഇൻറ്റു എ ഇൻറ്റു സ്മോൾ എ ആണ്. ഓക്കെ, അപ്പോൾ ഹെഡ് ലോസിൻ്റെ ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് എച്ച് ഒ ബി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ എച്ച് ഒ ബി ഈക്വൽ ടു വി സി മൈനസ് വി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g ആണ്. ഓക്കെ, വി സിക്ക് നമ്മൾ ഏത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ്, ഇനി എന്തെങ്കിലും ബെൻഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വരുന്ന ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബെൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ എച്ച് ബി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g ആണ്. വെയർ കെ ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ബെൻഡ്. കെയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ബെൻഡ്, അതുപോലെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ബെൻഡ് ആൻഡ് ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. ഇത്രയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കോൺസ്റ്റൻറ്റ് ഫോർ ദ കോഎഫിഷ്യൻ്റ് ഫോർ ദ ബെൻഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി പൈപ്പ് ഫിറ്റിങ്സ് വരികയാണ്. അപ്പോൾ ബെൻഡിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു കാര്യമൊന്ന് ചെറുതായിട്ടൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ ഒരു ബെൻഡാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അതുപോലെ ഇങ്ങനെ പെർഫെക്റ്റ്ലി 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു ബെൻഡാണ് ഉണ്ടാവുക. വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരികയാണ്, ഇതിനകത്ത് വാട്ടർ ഫ്ലോ ചെയ്ത് വരികയാണ്. അപ്പോൾ കെ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനിലായിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി 90 ഡിഗ്രി ആയിട്ടുള്ള ഷാർപ്പ് ടേൺ ആയിട്ടുള്ള ഒരു പൈപ്പ്, അതുപോലെ തന്നെ സ്മൂത്ത് ടേൺ ആയിട്ട് വരുന്ന ഒരു പൈപ്പ്. കെയുടെ വാല്യൂ എവിടെയായിരിക്കും കൂടുതൽ? ഈ ഒരു കണ്ടീഷനിലായിരിക്കും കെയുടെ വാല്യൂ എന്ന് പറയുന്നത് കൂടുതൽ. ഷാർപ്പ് ടേണിങ് വരുന്നത് എവിടെയാണ്? അവിടെ ആയിരിക്കും കെയുടെ വാല്യൂ കൂടുതലായിട്ട് വരുന്നത്. സോ ദിസ് ഈസ് ദി ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ദ ബെൻഡ് ഇൻ ദി പൈപ്പ്. നെക്സ്റ്റ്, പൈപ്പ് ഫിറ്റിങ്സിൻ്റെ കേസിലാണ്. പൈപ്പ് ഫിറ്റിങ്ങിൻ്റെ കേസിൽ സെയിം കണ്ടീഷൻ തന്നെ, സെയിം ഇക്വേഷൻ തന്നെയാണ്, കെ ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. ഇതിനകത്ത് കെ എന്ന് പറയുന്നത് ഹിയർ ഇറ്റ് ഈസ് എ കോഎഫിഷ്യൻറ്റ് ഫോർ പൈപ്പ് ഫിറ്റിംഗ്. അപ്പോൾ ദീസ് ആർ സം ഡിഫറെൻറ്റ് വാല്യൂസ് ഫോർ ദ കെ ഇൻ കേസ് ഓഫ് സം പൈപ്പ് ഫിറ്റിങ്സ് ആൻഡ് ബെൻഡ്. അപ്പോൾ ഈ വാല്യൂസ് കാണാതെ പഠിക്കണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക് യു.